എല്ലാവർക്കും നല്ല നമസ്കാരം. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബസ്സാണ്. ഈ ബസ്സിൽ പലതരത്തിലുള്ള സ്റ്റിക്കറുകൾ ഒട്ടിക്കുന്ന, അല്ലെങ്കിൽ മനോഹരമാക്കുന്ന, ആകർഷകമാക്കുന്ന, കണ്ടാൽ നോക്കി പോകുന്ന തരത്തിലുള്ള സ്റ്റിക്കർ വർക്കുകളൊക്കെ ചെയ്യുന്ന ഒരുപാട് ബസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ ഈ ബസ്സിൽ നിങ്ങൾ എഴുതി വെച്ചേക്കണതാണ് സിന്ദൂർ എന്നാണ് ഈ ബസ്സിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു ചോരപ്പാടുകൾ, അതുപോലെ തന്നെ ഒരു റാഫേൽ വിമാനത്തിൻ്റെ പോലത്തെ ഒരു സ്റ്റിക്കർ സംഭവം. ഇതെന്താണിത് ഇങ്ങനൊരു ബസ്സിന് ഇങ്ങനൊരു പേര്? സിന്ദൂർ എന്ന് പറയുന്ന പേര് എന്തിനാണ് ഈ ബസ്സിന് ഇട്ടിരിക്കുന്നത്? അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് കാണിച്ചിട്ട്, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശസ്ത സ്റ്റിക്കർ കലാകാരനായിട്ടുള്ള ജോൺ പോൾ, അത് അദ്ദേഹം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂറും സ്റ്റിക്കർ എന്നുള്ള ഒരു ഡിസൈനിൽ മാത്രം ശ്രദ്ധ തിരിക്കുന്ന ചാലക്കുടിയിലെ പ്രശസ്ത സ്റ്റിക്കർ കലാകാരനായിട്ടുള്ള ജോൺ പോളിൻ്റെ ഷോപ്പിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ജോൺ പോളിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ചോദിച്ചു, ജോൺ പോളിന് ഒന്നാമത്തെ സമയം ഞാൻ ചോദിച്ചു, ഇത് ആരാണ് ഈ ബസ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? അപ്പോൾ ആൾ പറഞ്ഞു, മോതിരക്കണ്ണിയിലുള്ള ഒരു ശിവൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത്. എന്താണ് ഈ ബസ്സും അങ്ങനെ സിന്ദൂർ എന്ന് പറയുന്നത് എഴുതി വെച്ചിരിക്കുന്നത്? റാഫേൽ വിമാനത്തിൻ്റെ സംഗതി ഇരുവശങ്ങളിലും, ബസ്സിൻ്റെ ഇരുവശങ്ങളിലും ഈ സിന്ദൂറിന് എഴുതിയുണ്ട്. ഒരു ബസ്സിന് ഇങ്ങനെ പേരിടാനായിട്ട് എന്തെങ്കിലും കാരണം ഇല്ലാണ്ടിരിക്കുമോ? എന്തെങ്കിലും സംഭവം ഇല്ലാണ്ടിരിക്കുമോ? അപ്പോൾ നമുക്ക് അതിൻ്റെ ഉടമയെ നമുക്ക് ഉടനെ തന്നെ കണ്ടെത്തി അതെന്താണെന്ന് ചോദിച്ചറിയണം. ഇതാ നിൽക്കുന്നു നമ്മുടെ ഉടമ, ഇതാണ് നമ്മുടെ മോതിരക്കണ്ണിയിലെ ശിവൻ ചേട്ടൻ. അപ്പോൾ എന്താണ് ഈ ബസ്സിന് ഇങ്ങനെ ഒരു സംഭവം എഴുതിയിട്ട് എന്നുള്ളത് നമുക്ക് ആ ചേട്ടനോട് തന്നെ നേരിട്ട് ചോദിക്കാം. സത്യത്തില് രാജ്യസ്നേഹം ആണ് ഞാൻ കാണിച്ചത്. കാരണം രാജ്യസ്നേഹം, ഞാൻ അഫ്ഗാനിസ്ഥാനിലെ മിലിറ്ററി ക്യാമ്പിൽ, അമേരിക്കൻ മിലിറ്ററി ക്യാമ്പിൽ ജോലി ചെയ്ത് നടന്നതാണ്. അത് ഏത് വർഷം? അത് 2011-13 വരെ, 12-13 വരെ. അപ്പൊ അവിടെ ഇടയ്ക്കിട്ട് ഷെല്ലാക്രമണങ്ങൾ, താലിബാൻ തീവ്രവാദികള് ഷെല്ലാക്രമണങ്ങൾ നടത്താറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പേടിച്ച് അവിടെ കഴിഞ്ഞിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ തരണം ചെയ്താണ് നമ്മളിവിടെ എത്തിയത്. പിന്നെ നമ്മളെ ഇന്ത്യയിലെ ഭാരത സ്ത്രീകളുടെ കുങ്കുമം മാറ്റി കളഞ്ഞ് മതം നോക്കി വെടിവെച്ച് വന്ന പാകിസ്ഥാനെ നെഞ്ചത്ത് പോയി അടിച്ച ഇന്ത്യയുടെ സൈനികർക്കുള്ള ഒരു എന്താ പറയാ, അവർക്കും വേണ്ടി ഒരു പേരാണത്. കാരണം സൈനികരിട്ട പേരാണല്ലോ, അവർക്കൊരു പ്രണാമം. സിന്ദൂർ എന്നാണ് അവർ ഇട്ടാണ്, ഓപ്പറേഷൻ സിന്ദൂർന്ന്. ഞാൻ ഓപ്പറേഷൻ ഇട്ടില്ല, സിന്ദൂർന്ന് കേട്ടിട്ടുണ്ട്. സിന്ദൂർ എന്താണ് ചേട്ടൻ ചെയ്യുന്നത് ശരിക്കും? ചേട്ടന്റെ ജോലി എന്താണ്? ജോലി എന്റെ ഡ്രൈവിംഗ് ആണ്. ഡ്രൈവിംഗ്. ഞാൻ ഒരു വണ്ടി ഉണ്ട്, അത് കാർമൽ സ്കൂളിലേക്കാണ് ഓടുന്നത്. അത് ശരി, കാർമൽ സ്കൂളിലെ കുട്ടികളെ കൊണ്ടുപോകുന്ന വണ്ടിയാണ്. ഓ അത് ശരി. അപ്പൊ ഇപ്പോ വണ്ടി ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്ത് പണിതിറക്കി. അപ്പൊ പല പേരുകൾ വന്നു, മക്കൾ പറഞ്ഞു, പല പേരുകളും പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ ഉദിച്ച ഒരു പേര് സിന്ദൂർ എന്നാണ്. അപ്പൊ ആ പേര് തന്നെ. അപ്പൊ അവരൊക്കെ ചോദിച്ചില്ല അച്ഛൻ എന്താ ഈ പേര്? അപ്പൊ ഞാൻ പറഞ്ഞു അവരടുത്ത്, എടാ നമ്മുടെ സൈനികരും നമ്മളെ 28ഓളം പേരെ വെടിവെച്ച് കൊന്നില്ലേ പാകിസ്ഥാനികള്, ആ പാകിസ്ഥാനികൾക്കുള്ള തിരിച്ചുള്ള മറുപടി കൊടുത്ത നമ്മുടെ സൈനികർക്കുള്ള ഒരു പ്രണാമമായിട്ട് ഇരിക്കട്ടെ ഈ പേര് എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ഈ ബസ്സിന് ഇട്ടിരുന്ന പേരെന്തായിരുന്നു? ദേവദത്തൻ. എന്റെ മകന്റെ പേരാണ്. ഓ, ചേട്ടന്റെ മകന്റെ പേരായിരുന്നു ഇട്ടിരുന്നത്, ദേവദത്തൻ. അപ്പൊ മകൻ തന്നെ പറഞ്ഞു പേര് മാറ്റണം, വേറെ നമുക്ക് എന്തെങ്കിലും പേരിടണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പല പേരുകളും പറഞ്ഞെങ്കിലും എന്റെ മനസ്സിൽ ഉദിച്ച പേര് ഇതാണ്, സിന്ദൂർ. ചേട്ടന് ഇത് ഇങ്ങനെ ഈ വണ്ടി കണ്ട് ഇപ്പൊ ഇങ്ങനെ കാണുമ്പോ എന്ത് തോന്നുന്നു? എനിക്ക് നല്ലൊരു മനസ്സിനൊരു തൃപ്തി തോന്നുന്നുണ്ട്. എന്താ പറയാ, ഒരു ധൈര്യത്തോടുകൂടിയ പേരിടാൻ സാധിച്ചല്ലോ. പ്രശസ്ത കലാകാരൻ നമ്മുടെ ജോൺ പോൾ ഉണ്ട്. ജോൺ പോളെ ജോലിയുടെ തിരക്ക് നടക്കട്ടെ, എന്നാലും പറയണേ, ഇങ്ങനെ ഉള്ള സ്റ്റിക്കർ വർക്കുകൾ വരാറുണ്ടോ? ഇത് ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. ഇത് ചെയ്തപ്പോ എന്ത് തോന്നി? അഭിമാനം തോന്നി. രാജ്യസ്നേഹമുള്ള ഒരു സ്റ്റിക്കർ അടിച്ചു എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടായി. ചെയ്യുമ്പോൾ ബാക്കിയുള്ള വർക്കുകളൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. ബാക്കി വണ്ടികൾ അവിടെ എടുക്കുന്നുണ്ട്. ഇത് ചെയ്യാൻ നമുക്കൊരു ആകാംക്ഷ തോന്നി. അപ്പൊ ഇത് തന്നെ ചെയ്യാന്ന് വെച്ചു. ബാക്കിയുള്ള വർക്കുകൾ പിന്നെ ആയാലും ചെയ്യാം, ഇത് നമുക്ക് ഇപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ അല്ലെങ്കിൽ ഒന്നും നോക്കിയില്ല. ഇതാണ് നമ്മുടെ ചാലക്കുടിക്കാരൻ മോതിരക്കണ്ണി സ്വദേശിയായിട്ടുള്ള ശിവൻ ചേട്ടൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ചങ്കിപ്പോയി തിരിച്ചടിച്ച, പാകിസ്ഥാന്റെ ചങ്കിപ്പോയി പടച്ച നമ്മുടെ ഇന്ത്യൻ സൈനികർക്കുള്ള ഒരു പ്രണാമം. ഈ ബസ് രാജ്യസ്നേഹത്തിന്റെ മഹനീയമായ ഉദാത്ത മാതൃക എന്നൊന്നല്ല, ആ ചേട്ടനെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന സംഭവം. നമ്മളൊക്കെ ഒരുപാട് സംഭവം, നമ്മുടെ വീടിന് പെയിന്റ് അടിക്കുന്നു, നമ്മുടെ വണ്ടികളുടെ സ്റ്റിക്കർ ഒട്ടിക്കുന്നു, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ശിവൻ ചേട്ടൻ ഈ വണ്ടി മോഡിഫൈ ചെയ്ത്, കാർമൽ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനമാണല്ലോ, അത് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ശിവൻ ചേട്ടന് അത് തോന്നിയത് സൈനികർക്കുള്ള ഒരു പ്രണാമമായിട്ടാണ്. സൈനികരുടെ ഓർമ്മ, അവർ ചെയ്ത ആ വലിയ കാര്യത്തിന്, അതിനായിട്ടാണ് സിന്ധു എന്ന് പറയുന്ന ആ ഓപ്പറേഷൻ പദ്ധതിയുടെ പേരിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള രാജ്യസ്നേഹികളും നമ്മുടെ ചാലക്കുടിയിലുണ്ട്. പണ്ട് ഇതുപോലെ തന്നെ ഒരു ചേട്ടൻ വീടിന് ത്രിവർണ്ണ പതാകയുടെ പെയിന്റ് അടിച്ച് ഞാൻ ഓർക്കുന്നു. തീർച്ചയായിട്ടും ശിവൻ ചേട്ടൻ എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. ഒപ്പം ശിവൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ മതം നോക്കി വെടിവെച്ച് കൊന്ന ഈ കാശ്മീരിലെ നമ്മുടെ ഇന്ത്യൻ ജനത, അവരുടെ രക്തത്തിന് വേണ്ടി, അവിടുത്തെ കാശ്മീർ സ്ത്രീകളുടെ, അല്ലെങ്കിൽ അവിടുത്തെ വിനോദസഞ്ചാരികളായിട്ടുള്ള അവിടുത്തെ സ്ത്രീകളുടെ കുങ്കുമം മാച്ച, പട്ടാളക്കാരുടെ ഭാര്യമാരുടെ കുങ്കുമം മാച്ച ഈ പാകിസ്ഥാനി തെമ്മാടികളുടെ ചങ്കിപ്പോയി അടിച്ച ഇന്ത്യൻ സൈനികർക്ക് സ്വന്തം മകൻ്റെ പേരിട്ട്, ദേവദത്തൻ എന്ന് പേരിട്ടിരുന്ന ആ ബസ്സിൻ്റെ പേര് ദേവദത്തൻ എന്ന് മാറ്റി സിന്ദൂർ എന്ന പേരിട്ട്
രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഒരു രാജ്യസ്നേഹിയായിട്ട് ഈ ചാലക്കുടിക്കാരൻ ഈ ശിവൻചേട്ടൻ, മോതിരക്കണ്ണി സ്വദേശി ശിവൻചേട്ടൻ മാറിയിരിക്കുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരെയാണ്. ഭാരത് മാതാ കി ജയ്.